വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ജസ്റ്റിഫൈ യുവർ ചോയ്സ്. അതിൽ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? CK പ്ലസ് ടാൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? CK ആണോ, സൈൻ എ ആണോ, കൊസീക്ക ആണോ, കോസ് എ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? CK ഉണ്ട്. CK യുടെ വാല്യൂ എന്ന് പറയുന്നത് കോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. സോ CK is equal to 1 by cos A. പിന്നെ എന്തുണ്ട്? ടാൻ എ ഉണ്ട്. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ ബൈ കോസ് എ ആണ്. അതായത് സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ടാൻ റേഷ്യോ. പിന്നെ സൈൻ എന്ന് പറയുന്നത് സൈൻ തന്നെയാണ്. അപ്പൊ ഈ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ട്രിഗ്നോമെട്രി റേഷ്യോസുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? CK യുടെ കോസ് വാല്യൂ എങ്ങനെയാണെന്ന് ഉള്ളത് എഴുതാം. അപ്പൊ 1 ബൈ കോസ് എ ആണ് CK യുടെ വാല്യൂ. അപ്പൊ 1 ബൈ കോസ് എ എടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. CK എന്ന് പറയുന്നത് എന്ത് എഴുതാം? 1 ബൈ കോസ് എ പ്ലസ് ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ ഇൻറ്റു പിന്നെന്തുണ്ട്? 1 മൈനസ് സൈൻ എ. ഓക്കെ, ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ ആയിട്ട് കോസ് എ ആണുള്ളത്. അപ്പൊ കോമൺ ആയിട്ട് കോസ് എ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ ഒരുമിച്ച് എഴുതാം. അപ്പൊ 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഓക്കെ, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഞാൻ 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എന്ന് എഴുതി ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇതെന്താണ്? ന്യൂമറേറ്റർ ആണ് അല്ലേ? അപ്പൊ ഈ ന്യൂമറേറ്ററും തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് വരും അല്ലെ? ഈ ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി എന്താണ്? ഇവിടത്തെ നോക്കിയാണ് ന്യൂമറേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. മിക്ക ട്രിഗ്നോമെട്രിക് ക്വസ്റ്റ്യനിലും ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ആ ഒരു ഫോർമാറ്റിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതേ ഫോർമാറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് എ, ഇത് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഇതേ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എയുടെ സ്ഥാനത്ത് ആരാണ്? 1 ആണ്. അപ്പൊ 1ന്റെ സ്ക്വയർ എഴുതുക, മൈനസ് എഴുതുക. പിന്നെ ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് സൈൻ എ ആണ്. സൈൻ എയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഓക്കെ, അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ എ എന്നുള്ളത് നിങ്ങൾ കണ്ടു, 1 ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്. കുറച്ച് ഐഡന്റിറ്റീസുകൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു ഐഡന്റിറ്റി ആണ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എയും ആഡ് ചെയ്താൽ എന്താണ് ആൻസർ? 1 ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ നമുക്കൊരു സൈൻ സ്ക്വയർ എ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സൈൻ സ്ക്വയർ എ വരുന്ന ഈ ഐഡന്റിറ്റിയാണ് എടുക്കേണ്ടത്. ഈ ഐഡന്റിറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ഈ സൈൻ സ്ക്വയർ എ മൈനസ് ആവുന്നത് എപ്പോഴാണ്? ഈ കോസ് സ്ക്വയർ എ ഇവിടെ ഇരിക്കും. കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു ഈ 1 ഓൾറെഡി ഉണ്ട്. ഈ സൈൻ സ്ക്വയർ എ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോഴാണ് അത് മൈനസ് ആവുന്നത്. സൈൻ സ്ക്വയർ എ, കാരണം ഇവിടെ ഇപ്പൊ പ്ലസ് ആണ്. പോസിറ്റീവ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോഴാണ് നെഗറ്റീവ് സൈൻ സ്ക്വയർ എ ആയിട്ട് മാറുന്നത്. അപ്പൊ കോസ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു ഈ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് കിട്ടും. അപ്പൊ കോസ് സ്ക്വയർ എയുടെ വാല്യൂ എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ എ. ഇവിടെയാണെങ്കിലോ 1ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നാണ് അർത്ഥം. 1 ഇൻറ്റു 1 1 തന്നെയാണ് ആൻസർ. അപ്പൊ 1ന്റെ സ്ക്വയർ എന്തായി? 1 ആയി. പിന്നെ എന്തുണ്ട്? മൈനസ് ഉണ്ട്, സൈൻ സ്ക്വയർ എ ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് എ, which implies
അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ പഠിച്ച ഈ ഐഡന്റിറ്റിയിൽ നിന്ന് 1 മൈനസ് സൈൻ സ്ക്വയറുടെ വാല്യൂ എന്താണ്? കോസ് സ്ക്വയർ എ. ഇവിടെ എന്തുണ്ട്? 1 മൈനസ് സൈൻ സ്ക്വയർ എ ഉണ്ട്. ആ 1 മൈനസ് സൈൻ സ്ക്വയറുടെ വാല്യൂ എന്താണ്? കോസ് സ്ക്വയർ എ. അപ്പോൾ ഈ ആൻസർ എടുത്ത് ഇതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഈ ഒരു ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ആണ്. അതെടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്തായി മാറും? കോസ് സ്ക്വയർ എ. പിന്നെന്തുണ്ട്? ഡിവൈഡ് കോസ് എ ഉണ്ട്. ഫിസിക്കൽ ടു. അപ്പൊ മുകളിലും താഴെയും കോസ് സ്ക്വയർ. എന്താണ് കോസ് സ്ക്വയർ എ കൊണ്ടുള്ള മീനിങ്? രണ്ടു വട്ടം കോസ് എ ഇൻറ്റു ചെയ്യുന്നതാണ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത്. കോസ് സ്ക്വയർ എ എന്ന് വെച്ചാൽ എന്താണ്? കോസ് എ ഇൻറ്റു കോസ് എ എന്നാണ് അതിന്റെ മീനിങ്. കോസ് എ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് കോസ് സ്ക്വയർ എ കിട്ടുക. ഡിവൈഡഡ് ബൈ കോസ് എ. അപ്പൊ ഇവിടെ ഒരു കോസ് എ ഉണ്ട്, മുകളിൽ ഒരു കോസ് എ ഉണ്ട്. അപ്പൊ രണ്ടും സെയിം ആയതുകൊണ്ട് അതിന് രണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഒരു കോസ് എയും മറ്റൊരു കോസ് എ, ഡിനോമിനേറ്റർ കോസ് എയും ന്യൂമറേറ്റർ കോസ് എയും കട്ടായി പോയി. ഇനി ആരാണുള്ളത്? ഈ ഒരു കോസ് എ മാത്രമാണുള്ളത്. അപ്പൊ ആൻസർ എന്തായി? കോസ് എ. അപ്പൊ കോസ് എ ആണ് നമുക്ക് ഈ ഒരു സിംപ്ലിഫിക്കേഷനിൽ വന്ന ഫൈനൽ ആൻസർ. അപ്പൊ കോസ് എ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഡി ഓപ്ഷൻ എന്താണ് പറയുന്നത്? കോസ് എ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ സിംപ്ലിഫിക്കേഷൻ എന്താണ്? കോസ് എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അവർ പറഞ്ഞതുപോലെ ജസ്റ്റിഫൈ യുവർ ചോയ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ചോയ്സിലേക്ക് എത്തിയത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. സി കെ എന്ന് പറയുന്നത് 1 ബൈ കോസ് എ ആണ്. ടാൻ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ ആണ്. ഈ എ പ്ലസ് ബി എ മൈനസ് ബി ഇക്വേഷൻ പഠിക്കുക. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണെന്നുള്ള ഐഡന്റിറ്റിയും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ തേർഡ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണിത്. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഇസ് ഇക്വൽ ടു സി സ്ക്വയർ എ മൈനസ് 1 കോട്ട് സ്ക്വയർ എ ടാൻ സ്ക്വയർ എ. ഈ ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ടാൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത്, ടാൻ എന്ന് പറയുന്നത് എന്താണ്? സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ടാൻ എ കിട്ടും. അപ്പൊ സൈൻ എ ബൈ കോസ് എ ഇസിക്കൽ ടു ടാൻ എ എന്നറിയാം. കോട്ട് എ എന്ന് പറയുന്നത് ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അതായത് ടാനിന്റെ വാല്യൂന്റെ റെസിപ്രോക്കൽ എടുത്താൽ കോട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് സൈൻ എ ബൈ കോസ് എയുടെ റെസിപ്രോക്കൽ കോസ് എ ബൈ സൈൻ എ ആണ്. ഓക്കെ, ഇത് പഠിച്ചിട്ട് അതിന്റെ നേരെ തിരിച്ചിട്ട കോട്ട് എ ആയി. ഓക്കെ, നമുക്ക് ഇത് രണ്ടും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ഈ ടാൻ സ്ക്വയർ എയെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്നും ടാൻ സ്ക്വയർ എ നമുക്ക് എഴുതാം. അതുപോലെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഇങ്ങനെ എഴുതാം, കോട്ട് എ ദി ഹോൾ സ്ക്വയർ എന്ന് ഇങ്ങനെയും നമുക്ക് എഴുതാം. വിച്ച് ഇംപ്ലൈസ് 1 പ്ലസ് ടാൻ എ. ടാൻ എയുടെ വാല്യൂ എന്താണ്? സൈൻ എ ബൈ കോസ് എ. അപ്പൊ ഈ ടാൻ എയുടെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സൈൻ എ ബൈ കോസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് സൈൻ എ ബൈ കോസ് എ. ഇനി എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, അത് കൊടുത്തു. പിന്നെ എന്തുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് എ. കോട്ട് എ എന്താണ്? കോസ് എ ബൈ സൈൻ എ ആണ്. അപ്പൊ കോട്ട് എയുടെ അവിടെ എന്ത് കൊടുക്കണം? കോസ് എ ബൈ സൈൻ എ എന്ന് കൊടുക്കണം. പിന്നെന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, കൊടുത്തു. സ്ക്വയർ ഉണ്ട്, അതും കൊടുത്തു. ഈസിക്കൽ ടു 1 പ്ലസ് എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? എയുടെയും സ്ക്വയർ കാണണം, ഡിവൈഡഡ് ബൈ ബിയുടെയും സ്ക്വയർ കാണണം. അതുപോലെ എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ എയുടെയും സ്ക്വയർ കാണാം, അതായത് സൈനിന്റെയും സ്ക്വയർ ആണ്. സൈനിന്റെ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ എ ഡിവൈഡ് കോസ് എയുടെയും സ്ക്വയർ കാണാം, അതായത് ബിയുടെയും സ്ക്വയർ കാണണം ഇങ്ങനെ. അതുപോലെ കോസ് എയുടെ സ്ക്വയർ എന്നാണ് കോസ് സ്ക്വയർ എ. പിന്നെന്തുണ്ട്? ദ ഹോൾ ഡിവൈഡ് ഉണ്ട്. ദ ഹോൾ ഡിവൈഡ് 1 പ്ലസ് ഇവിടെ എന്തുണ്ട്? എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എയുടെയും സ്ക്വയർ, അതായത് കോസ് എയുടെ സ്ക്വയർ. അപ്പൊ കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എയുടെ സ്ക്വയർ. അപ്പൊ സൈൻ സ്ക്വയർ എ. വിച്ച് ഇംപ്ലൈസ്, ഓക്കെ, ഈ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഈ ഒരു നമ്പറിനെ
ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ ആഡ് ചെയ്യും? ഈ ഒരു നമ്പറിനെ നമ്മൾ ഇതുപോലെ ഡിനോമിനേറ്റർ കോസ് സ്ക്വയർ ആയി കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഡിനോമിനേറ്റർ ഉണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്കിൽ നമുക്ക് ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ എന്ന് എഴുതാം. അപ്പൊ കോസ് സ്ക്വയർ എ കൊണ്ട് ഞാൻ 1 ഇൻറ്റു ചെയ്യാൻ 1 ഇൻറ്റു കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ. ഇനി നമുക്ക് ദ ഹോൾ ഡിവൈഡ് എഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം ഇത് മാത്രമാണ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. ഇതിനും ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ വരണമെങ്കിൽ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഈ കോസ് സ്ക്വയർ എ. ഇനി എന്താണ് ഈ ഡിവിഷൻ? ഈ ഡിവിഷന് പകരം ഞാൻ ഡിവിഷന്റെ സിമ്പൽ ഇടുകയാണ്. എന്നിട്ട് ഈ താഴെയുള്ള ഇതിന്റെ ഡിനോമിനേറ്റർ ആവുന്ന ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്താണ് 1 പ്ലസ് കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ ആണ്. അപ്പൊ ഈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ഇവിടെയും വരാൻ എന്ത് ചെയ്താൽ മതി? ഈ സൈൻ സ്ക്വയർ എ കൊണ്ട് ഈ 1 ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 1 ഇൻറ്റു സൈൻ സ്ക്വയർ എ പിന്നെന്തുണ്ട്? പ്ലസ് കോസ് സ്ക്വയർ എ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ. ഓക്കെ, അതായത് ഈ സൈൻ സ്ക്വയർ എ കൊണ്ട് ഈ 1 ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് പ്ലസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ 1 ഇൻറ്റു കോസ് സ്ക്വയർ എ എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? കോസ് സ്ക്വയർ എ ആണ്. ഏതൊരു വാല്യൂവിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആ വാല്യൂ ആണ്. അപ്പൊ കോസ് സ്ക്വയർ എ ഈസ് ദ ആൻസർ. കോസ് സ്ക്വയർ എ പിന്നെന്തുണ്ട്? പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. ഇനി ഇതെന്താണ്? ഡിവിഷൻ ആണ് അല്ലെ? ഇതൊരു ഫ്രാക്ഷൻ, ഇതൊരു ഫ്രാക്ഷൻ, അതിനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എ ബൈ ബി ഡിവൈഡ് സി ബൈ ഡി എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫ്രാക്ഷന് എ ബൈ ബി എന്ന് പറയുന്ന ഫ്രാക്ഷന് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തുണ്ട്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും? ഡി ന്യൂമറേറ്റർ ആയി മാറും, സി ഡിനോമിനേറ്റർ ആയി മാറും. എന്നിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ഡിവിഷന് പകരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബട്ട് ഇതിന് റെസിപ്രോക്കൽ എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ എഴുതി ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ന്യൂമറേറ്റർ ആയി മാറും. അപ്പൊ സൈൻ സ്ക്വയർ മുകളിൽ വരും, ഡിവൈഡഡ് ബൈ താഴെ ആര് വരും? ഇത് വരും. ഇവിടെ എന്തുണ്ട്? 1 ഇൻറ്റു സൈൻ സ്ക്വയർ എ. 1 ഇൻറ്റു സൈൻ സ്ക്വയർ എ എന്താണ്? സൈൻ സ്ക്വയർ എ. പിന്നെന്തുണ്ട്? പ്ലസ് ഉണ്ട്. പിന്നെന്തുണ്ട്? കോസ് സ്ക്വയർ എ ഉണ്ട്. ഇവിടെ എന്തുണ്ട് കോമൺ ആയിട്ട്? കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഉണ്ട്. താഴെയും കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഉണ്ട് അല്ലെ? സെയിം വാല്യൂ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു വാല്യൂവിനെ വെട്ടിക്കളയാം. കാരണം രണ്ടും സെയിം ആയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുള്ളതുണ്ട്. ഇവർ രണ്ടുപേരും സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? വിച്ച് ഇംപ്ലൈസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. അപ്പൊ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ, അതായത് സൈൻ എ ബൈ കോസ് എ എന്താണ്? ടാൻ എ ആണ്. അപ്പൊ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എയുടെ ഈ സ്ക്വയറിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് സൈൻ എ ബൈ കോസ് എ ദി ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. ഇതിന് ഈ രീതിയിൽ മാറ്റാം. അതായത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണെങ്കിൽ എയും ബിയും എഴുതിയിട്ട് ഈ സ്ക്വയറിനെ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എഴുതാം. എ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് എ സ്ക്വയർ ബൈ ബി സ്ക്വയറിനെ എഴുതാം. അതുപോലെ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ എന്തെന്ന് എഴുതാം? സൈൻ എ ബൈ കോസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ സൈൻ എ ബൈ കോസ് എയുടെ ആൻസർ എന്താണ്? ടാൻ എ ആണ്. അപ്പൊ ഇവിടെ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടാൻ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്കോസ് സൈൻ എ ബൈ കോസ് എയുടെ വാല്യൂ ടാൻ എ ആണ്. അപ്പൊ ഞാൻ എന്ത് എഴുതാൻ പോകുന്നു? വിച്ച് ഇംപ്ലൈസ് ഇവിടെ ടാൻ എ എന്ന് എഴുതി. പിന്നെ എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പം ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? ടാൻ സ്ക്വയർ എ എന്നാണ്. ടാൻ സ്ക്വയർ എ എന്നാണ് ടാൻ എയുടെ ഹോൾ സ്ക്വയറിന്റെ ആൻസർ. അപ്പൊ ടാൻ സ്ക്വയർ എ നമുക്ക് കിട്ടി. നമ്മുടെ ഓപ്ഷനിൽ ടാൻ സ്ക്വയർ എ കിടക്കുന്നത് എവിടെയാണ്? ഡിയിലാണ് കിടക്കുന്നത്. ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ടാൻ സ്ക്വയർ എ എന്നാണ് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ എല്ലാ സബ് ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം.